ദേശീയപാതയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ അതിഭീകരമായിട്ടുള്ള ബ്ലോക്ക്, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നിലയിൽ ദേശീയപാത അതോറിറ്റിയോട് കർശനമായി മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ മഴക്കാല പൂർവ്വകാല കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി നടന്ന യോഗത്തിൽ കർശനമായ നിർദ്ദേശം കൊടുത്തതാണ്. എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മഴ വരുമെന്ന പ്രതീക്ഷയോടെ കൃത്യമായി ചെയ്യേണ്ട ജോലി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. സാധാരണ നിലയിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ദേശീയ പാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംസ്ഥാന സർക്കാർ ഏജൻസിക്ക് ഇടപെടാൻ സാധ്യമല്ല. അത് പൂർണ്ണമായിട്ടും ദേശീയപാത അതോറിറ്റി തന്നെയാണ് ചെയ്യേണ്ടത്. ആ വിധത്തിൽ ദേശീയപാത അതോറിറ്റിയോട് തൃശ്ശൂരിൽ ചേർന്ന യോഗത്തിലും ഇങ്ങനെയൊരു ഗുരുതരാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കല്ലിടുക്കിലും മുടിക്കോടും അതുപോലെ തന്നെ ചാലക്കുടിയുടെ ഭാഗമായിട്ടുള്ള ആമ്പല്ലൂരിലും പേരാമ്പ്രയിലും മുരിങ്ങൂരിലും ഒക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൈഡ് പൂർണ്ണമായിട്ടും, പ്രത്യേകിച്ച് സർവീസ് റോഡ് പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമാക്കിയില്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ മന്ത്രിമാരും ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട അധികാരികളുമെല്ലാം ദേശീയപാത അതോറിറ്റിക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. അവർ ഈ മഴ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ടാർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി എന്നാണ് ഞങ്ങളോട് പറഞ്ഞതും ഇന്നത്തെ കൂടിയാലോചന യോഗത്തിൽ അവതരിപ്പിച്ചത്. പക്ഷേ അത് കൃത്യമായില്ല എന്ന് മാത്രമല്ല, വളരെ വ്യാപകമായിട്ടുള്ള വലിയ ദുരിതം ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന വിധത്തിൽ അത് പോകുകയാണ്. ഇത് വെച്ചിരിക്കാൻ സാധ്യമായ കാര്യമല്ല. ദേശീയപാത അതോറിറ്റിയുടെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കരാറുകാരുടെയും ഭാഗത്ത് വളരെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടായി എന്ന് തന്നെ പ്രാഥമികമായി കാണാൻ പറ്റും. ഇന്ന് എല്ലാവരുമായിട്ടും പ്രാഥമികമായിട്ട് ഞങ്ങളൊന്ന് കൂടിയാലോചിച്ചു. ഈ സ്ഥലങ്ങളിൽ പല ഘട്ടങ്ങളിൽ ഞങ്ങളെല്ലാവരും പോയതാണ്. ഈ ഘട്ടത്തിൽ ജില്ലാ കളക്ടറും കമ്മീഷണറും RTOയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഉൾപ്പെടെ എല്ലാവരും കൂടി ഞങ്ങളൊരു കൂടിയാലോചന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ടുള്ള പരിഹാരമാർഗ്ഗങ്ങളും സ്ഥായിയായ പരിഹാരമാർഗ്ഗങ്ങളും ഉണ്ടാക്കുന്ന രണ്ട് വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സ്ഥിരമായി മോണിറ്റർ ചെയ്യാനും ഈ നടപടികൾ വളരെ ഗൗരവത്തോടെ കാണാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ഓരോ ഇടത്തും ഓരോന്നാണ് പ്രശ്നം. ഇപ്പോൾ മുടിക്കോട് തന്നെ ഈ ഭാഗത്തുള്ള പ്രശ്നം, ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തുള്ള 2 ഇലക്ട്രിക് പോസ്റ്റുകൾ വളരെ പെട്ടെന്ന് മാറ്റി ഈ ഭാഗത്തുള്ള തോട് കൂടിയെടുത്തുകൊണ്ട് ഇവിടുത്തെ വീതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവിടെ നിന്ന് 2ഉം 3ഉം വരിയായിട്ട് വരുന്ന സ്ട്രക്റ്റ് ഒരു ഒറ്റ വരിയായി പോകുന്നതിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റിയാൽ ഈ ഭാഗത്തെ പ്രശ്നം നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷേ മുടിക്കോട് തന്നെ അപ്പുറത്തെ ഭാഗത്തെ പ്രശ്നം പൂർണ്ണമായിട്ടും കുഴികളാണ്. ഇതൊരു അന്തർ സംസ്ഥാന പാതയാണ്. തമിഴ്നാടും കേരളവും തമ്മിൽ അതിർത്തി പങ്കിട്ട് ഇരുഭാഗത്തേക്കുമുള്ള ചരക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ മുടിക്കോട് അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ എതിർവശത്ത് ടുവേഡ്സ് തൃശ്ശൂർ ഭാഗത്തുള്ള പ്രശ്നം വീതി കുറവല്ല, മറിച്ച് വലിയ കുഴികളാണ്. ഒരു കുഴിയിൽ ഒരു വണ്ടിയുടെ ഇടതുഭാഗത്തെ ടയർ ഇറങ്ങി, പിന്നെ അത് കയറി വലതുഭാഗത്തെ ടയർ വീണ്ടും ഇറങ്ങി, ഇങ്ങനെ കുഴികളിൽ നിന്നുള്ള കുഴികളിലേക്കുള്ള യാത്ര ഉണ്ടാക്കുന്ന ദുരിതമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ നമ്മുടെ കല്ലിടുക്കിൽ കുറേ കൂടി ഗൗരവമാണ്. അതിന് ഇത്രമാത്രം പോകാനുള്ള വഴിയുമില്ല. ഞങ്ങളിപ്പോൾ വീണ്ടും എല്ലാവരും കൂടി അവിടെ സന്ദർശിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞങ്ങളിത് കാണുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ അടിയന്തരമായിട്ടുള്ള ചില പരിഹാര മാർഗ്ഗങ്ങൾ ഇപ്പോൾ നടത്തേണ്ടതും സ്ഥായിയായി നടത്തേണ്ടതുമായിട്ടുള്ളത് ആലോചിച്ചിട്ടുണ്ട്. അതിലൊന്ന്, നമ്മൾ നിൽക്കുന്ന ഈ മുടിക്കോട് അമ്പലത്തിൻ്റെ ഭാഗത്തുള്ള 2 ഇലക്ട്രിക് പോസ്റ്റുകൾ, പ്രത്യേകിച്ച് ഈ ടെൻഡർ നടപടികൾ അതിനെ തുടർന്നുള്ള നൂലാമാലകളൊന്നുമില്ലാതെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ജില്ലാ കളക്ടർ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം നാളെ രാവിലെ തന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് നാളെ തന്നെ ദേശീയപാത അതോറിറ്റി അതിൻ്റെ പണമടച്ച് ഒരു ദിവസം കൊണ്ട് വർക്ക് അറേഞ്ച് ചെയ്ത് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാനുള്ള സൗകര്യം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കുകയും ഇപ്പോൾ ഇവിടുത്തെ കനാലിൽ വെള്ളം പോകാത്ത സാഹചര്യത്തിൽ അതുകൂടി എടുത്തുകൊണ്ട് നമുക്ക് ഈ ഭാഗം 3 ദിവസത്തിനുള്ളിൽ ക്ലിയറാക്കാൻ കഴിയും എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. പ്രശ്നം എല്ലാ ദിവസവും ഗൗരവമാണെങ്കിലും നമുക്കതിൻ്റെ സാധ്യതകളനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും.